ആരോഗ്യമന്ത്രി ആക്രമിച്ചെന്നു. റെയിൽവേ സ്റ്റേഷൻ്റെ അകത്ത് പ്ലാറ്റ്ഫോമിന്റെ ഇപ്പുറത്ത് അവിടെ മുഴുവൻ CCTV ഉണ്ട്. നമ്മൾ വിചാരിച്ചത് എന്താ സംഭവം. അദ്ദേഹം വിശദീകരിച്ചു. 3-4 പേര് കേസുകാർ മുദ്രാവാക്യം വിളിച്ചു. മുദ്രാവാക്യം വിളിച്ച അപകടം പറ്റുക ഞാൻ ആദ്യമായിട്ട് കേൾക്കുവാണ്. എന്നിട്ട് 10-30 പോലീസുകാർ ഇവരെ വഹിച്ചുകൊണ്ടുപോയി. ഈ പിള്ളേരുടെ പുറകെ ആരോഗ്യമന്ത്രി ചൂടായിക്കൊണ്ട് ഓടുക. എന്നിട്ട് ഒരു കുഴപ്പമില്ല. എന്നിട്ട് അപ്പുറത്ത് പോയി നമ്മുടെ സ്പീക്കറായിട്ടൊന്ന് സംസാരിച്ചു. ശംസീർ പഴയ SFI-കാരനായി. രണ്ടുപേരും കൂടി അവിടെ നിന്നൊരു ഗൂഢാലോചന നടത്തി. വലിയ ഗൂഢാലോചനക്കാരനെ ഫോണിൽ വിളിച്ചപ്പോൾ ആര് മുഖ്യമന്ത്രി ആശുപത്രിയിൽ അഡ്മിറ്റ് ആവാൻ പറഞ്ഞു. ആശുപത്രിയിൽ അപ്പൊ സിമ്പതി കിട്ടാൻ വേണ്ടിയിട്ടാണ്. സിമ്പതി. എന്നിട്ട് പറഞ്ഞു എന്നെ കംപ്ലീറ്റ് ആക്രമിക്കുമെന്ന് പറഞ്ഞു. എല്ലാ മന്ത്രിമാരും കൂടി വന്നിട്ട് ഞാൻ വിട്ടാണെന്ന് പറയും. പിള്ളേരെ ആരെ വീണ ജോർജിനെ ആക്രമിക്കാൻ ഞാൻ പറഞ്ഞു വിട്ടാണെന്ന് പറഞ്ഞു. അക്രമം ഉണ്ടാക്കി ഈ വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ടുള്ള ബുദ്ധിപൂർവമായ നീക്കമാണ്. ഒരു രക്ഷയില്ലല്ലോ, അടുക്കുന്നില്ലല്ലോ. എല്ലാം തിരിഞ്ഞു കയറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം തിരിഞ്ഞു കയറുക. ഹൈവേ ആണ് ആഘോഷിക്കാൻ വേണ്ടി നിന്നത് ഇലക്ഷൻ കാലത്ത്. അത് 150 സ്ഥലത്താണ് ഇടിഞ്ഞു പൊളിഞ്ഞു വീണത്. ഏത് ഹൈവേ? അതോടുകൂടി ഇപ്പൊ ഹൈ എന്ന് പോലും പറയില്ല. മിണ്ടാതായി. മറ്റത് ഒടുക്കത്തെ റീലാണ് ഹൈവേ കൂടി നടന്നുകൊണ്ട്. ഇപ്പൊ മിണ്ടാട്ടയില്ല, ഒരു കാര്യമില്ല. ഇപ്പൊ പറയണെന്താ, ഞങ്ങളാണ് വിഴിഞ്ഞം തുറമുഖം കൊണ്ടുവന്നത്. തൊലിക്കെട്ടി അപാരമല്ലേ.